ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. പുതിയൊരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തിയത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്നത്തെ ദിവസം സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം 67 തിരുവചനം. കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. ദൈവത്തിൽ നിന്നും വഴിതെറ്റിപ്പോകുമ്പോഴാണ് നമ്മൾക്ക് കഷ്ടതകൾ വരാൻ തുടങ്ങുന്നത്. ഇന്ന് ധാരാളം മക്കൾ ദൈവവചനത്തിലേക്ക് കാതോർത്തുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം വിശ്വാസപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ജീവിതം തുടങ്ങുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വചനത്തിൽ നിന്നകന്ന് ദൈവത്തിൽ നിന്നകന്നപ്പോൾ പ്രതിഫലം ലഭിച്ചത് കഷ്ടത മാത്രമാണ്. എന്നാൽ വചനത്തിലേക്ക് തിരിച്ചു വന്ന് വചനത്തിലൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവമക്കൾക്കായി അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് നമ്മൾ ഈ സമയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക. ദൈവമാണ് നിന്റെ വഴികാട്ടിയെങ്കിൽ നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 23 പറയുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, അവനാണ് നിന്നെ നീർച്ചാല് തേടുന്ന മൻപേടയെപ്പോലെ സമൃദ്ധിയുടെ അരികത്തേക്ക് കൊണ്ടുപോകുന്ന ഇടയനാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വചനം ഏറ്റെടുത്ത് വിശ്വസിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ദൈവം നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. എല്ലാ കാര്യത്തിനും നന്ദിയുള്ളവരായി മാറുക. ഈ നിമിഷം നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതിന് നന്ദി പറയുക. അങ്ങനെ നന്ദിയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കൃപ നിങ്ങളുടെ മേൽ സമൃദ്ധമായിട്ട് ദൈവം ചൊരിയും. ഈ ഞായറാഴ്ച നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.